ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. ആവശ്യമുള്ള സാധനങ്ങൾ: സവാള, തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ സോസുകൾ വേണം. ടൊമാറ്റോ സോസ് വേണം, റെഡ് ചില്ലി സോസ് വേണം, സോയാബീൻ സോസ് വേണം. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യമാണ്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ടു നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അതിനോടൊപ്പം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ വില കൂടിയില്ലേ, അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ നമുക്കൊഴിക്കാം. അത് നല്ലതാണ്, ഹെൽത്തിനും ബെസ്റ്റാണ്, കൊളസ്ട്രോളൊന്നും വരില്ല. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആ പാനിലേക്ക് ഇടുന്നു, ഇളക്കി കൊടുക്കുക. ഒത്തിരി ബ്രൗൺ ആകാൻ നമ്മൾ നിൽക്കണ്ട. ഒത്തിരി ബ്രൗൺ ആയാൽ കരിഞ്ഞ പോലെ ഒരു മണം വരികയും ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ടൊമാറ്റോ ഇല്ലേ, അത് തക്കാളി നമ്മൾ അരച്ച് പേസ്റ്റാക്കിയത് അങ്ങോട്ട് പാനിലേക്ക് ഒഴിക്കുന്നു. പിന്നെ വീണ്ടും ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളൊന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സോസുകൾ, സോയാ സോസുണ്ട്, ഗ്രീൻ ചില്ലി സോസുണ്ട്, ടൊമാറ്റോ സോസും നമ്മൾ ഒഴിച്ച് നല്ലപോലെ കുറച്ച് ഇളക്കി കൊടുക്കുക. അതും ഇട്ട് അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, നമുക്ക് നല്ല ഫ്ലേവർ ആയിട്ടുണ്ട് ഇപ്പോൾ. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാനൊരു ചെയ്തത്, വേറൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ നെയ്യിട്ടു. നമ്മൾ ആ പാൻ ചെറുതാണ്, നമുക്ക് കൈയിട്ട് ഫുള്ള് റൈസ് ഇട്ട് നമുക്ക് ഇളക്കാൻ പറ്റിയില്ല ആ പാനിൽ. അതുകൊണ്ട് ഞാൻ പാത്രം വെച്ച് 2 സ്പൂൺ നെയ്യിട്ടു. ഇനി ബാക്കിയുള്ള നമ്മൾ ഉച്ചക്കത്തെ ചോറാണ് എടുത്തിരിക്കുന്നത്, അന്നൊന്ന് ആവി കയറ്റിയായിരുന്നു. ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയ മസാലയൊക്കെ വഴറ്റിയത് നമുക്ക് ആ ചോറിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ തയ്യാറായി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും ഇത്.